Dear students, very good morning all. Financial accounting ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ദാറ്റ് മീൻസ് കമ്പനീസിന്റെ പുതിയ അമെൻഡ്മെന്റ് പ്രകാരം പുതിയ ഫോർമാറ്റിലാണ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പുതിയ ഫോർമാറ്റിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫോം ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ നെയിം കൊടുക്കുക. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഒരു പോസ്റ്റിൽ നമുക്ക് ഒരു കമ്പനിയുടെ പേര് തന്നിട്ടുണ്ടായിരിക്കും, ആ കമ്പനിയുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് എൻഡഡ്, ഇപ്പോൾ 31st March ഓർ 31st December, എനിവേ. അപ്പോൾ ഡേറ്റ്, മന്ത്, ഇയർ, particulars, note number, figures as at current year, figures as at previous year. അപ്പോൾ സാധാരണ ഇതൊരു ഫോർമാറ്റ് ആയതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ കോളംസ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ നമ്മൾ കമ്പനി പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ കോളമൊക്കെ എൻ്റർ ചെയ്യാനുണ്ടാവും. ഓക്കെ, പർട്ടിക്കുലേഴ്സിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ഫസ്റ്റ് പാർട്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതായത് ആ ഒരു കമ്പനി വർക്കൗട്ട് ചെയ്ത് പോയ സമയത്ത് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള ടോട്ടൽ റവന്യൂ, അതായത് സെയിൽ, ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ മെറ്റീരിയൽ സെയിൽ ചെയ്യലാവാം, അല്ലെങ്കിൽ സർവീസ് സെയിൽ ചെയ്യലാവാം. അങ്ങനെ കമ്പനി ഡയറക്റ്റ് ഉണ്ടായിട്ടുള്ള ഇൻകംസ് ആണ് എന്ത് ചെയ്യുന്നത്, റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ എൻ്റർ ചെയ്യുക. ഇത് ഒന്നിൽ കൂടുതൽ ഇവന്റ് ഉണ്ടാവുകയാണെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, നോട്ട് നമ്പർ കൊടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ സം എമൗണ്ട് മാത്രമാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഗേഴ്സ് ആസ് അറ്റ് കറണ്ട് ഇയർ കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അതർ ഇൻകം, അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അതർ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ അതർ റവന്യൂ ഐറ്റംസിലുള്ള ഇൻകംസ് ആണ് ഇവിടെ ട്രീറ്റ് ചെയ്ത് പോകുന്നത്. ദെൻ ടോട്ടൽ ഇൻകം, ദെൻ റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്ലസ് അതർ ഇൻകം, ദാറ്റ് ഈസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ആ ടോട്ടൽ ഇൻകം എന്ത് ചെയ്യുന്നു, ഈ കറണ്ട് ഇയർ കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ദെൻ സെക്കൻഡ് പാർട്ട് എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതായത് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയലിൻ്റെ പർച്ചേസസ്. ഒന്നുകിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അങ്ങനത്തെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് അങ്ങനെ ഒരു ഫിഗർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയൽ പർച്ചേസസ്, ദെൻ റോ മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് റോ മെറ്റീരിയൽ പർച്ചേസസ് മൈനസ് റോ മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക്, അതാണ് എന്ത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ കൺസ്യൂം ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റും, അതൊരു എക്സ്പെൻസ്. സെക്കൻഡ് വൺ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് അതായത് പർച്ചേസസ് ചെയ്തതിൽ, അതായത് പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ, അങ്ങനെയുള്ള ഇവന്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പർച്ചേസസ് ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്ത് പോകുന്നത്. ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്, ചേഞ്ചസ് ഇൻ ഇൻവെന്ററി മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇൻ കേസ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കുറവും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ മൈനസ് ഫിഗർ വരും. അപ്പോൾ ആ മൈനസ് ഫിഗർ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് ഇൻ ഇൻവെന്ററി കോളത്തിൽ ബ്രാക്കറ്റ് ഇട്ടാണ് മൈനസ് ഫിഗർ കാണിക്കുക. ഓക്കെ, അപ്പോൾ മൈനസ് ഫിഗർ ആണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1000 rupees ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു 2000 ആണെങ്കിൽ ഇവിടെ എന്താണ് -1000 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതാണ് റൂള്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, -1000. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഇട്ട് 1000 rupees കാണിക്കുന്നു. അതിന്റെ മീനിങ് അത് മൈനസ് ഫിഗർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും സാലറി, വേജസ്, കമ്മീഷൻ, ബോണസ് ഈ പറയുന്ന രീതിയിൽ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, അതാണ് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ്. ദെൻ ഫിനാൻസ് കോസ്റ്റ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ദെൻ ലോൺ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലോൺ എടുത്താൽ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഫിനാൻസ് കോസ്റ്റ് ആണ് ഇവിടെ ട്രീറ്റ് ചെയ്യുക. ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, ഡിപ്രീസിയേഷനും ലാൻഡ് ഒഴികെയുള്ള എല്ലാ ഫിക്സ്ഡ് അസറ്റ്സിന്റെ മേലെയും എന്തുണ്ടായിരിക്കും, ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. ഗുഡ്വില്ലിന്റെ മേലെ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ആണ് അമോർട്ടൈസേഷൻ എന്ന് പറയുക. ദെൻ അതർ എക്സ്പെൻസസ്, മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസസ്, ഇപ്പോൾ റെന്റ് കൊടുത്തു, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തു, വാട്ടറിന്റെ ബില്ല് കൊടുത്തു, സ്റ്റേഷനറി എക്സ്പെൻസ് ഉണ്ടായി, ഇതൊക്കെ എന്താണ്, അതർ എക്സ്പെൻസസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എല്ലാ ഇവന്റിലും
മോർ ദാൻ 1 ഐറ്റം വരുന്നുണ്ടെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിന്റെ സം എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ കറണ്ട് ഇയർ കോളത്തിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ദെൻ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷൻ, ഇത് കിട്ടുന്നത് എങ്ങനെയാ, ഇൻകം മൈനസ് എക്സ്പെൻസസ്. അതായത് ഇതിന്റെ ടോട്ടൽ എക്സ്പെൻസസ് ഉണ്ടായിരിക്കും ഇവിടെ, ടോട്ടൽ എക്സ്പെൻസസ്. ടോട്ടൽ എക്സ്പെൻസസ്. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, പർച്ചേസ് ഓഫ് സ്റ്റോക്ക്, ചേഞ്ചസ് ഇൻ ഇൻവെന്ററി, എംപ്ലോയി ബെനിഫിറ്റ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, അതർ എക്സ്പെൻസസ്. ഇത് ഇത്രയും കൂട്ടുന്നതാണ് ടോട്ടൽ എക്സ്പെൻസസ്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ വരുന്നത് ദാറ്റ് മീൻസ് ഇത് തേർഡ് പാർട്ടാണ്. സോ ടോട്ടൽ എക്സ്പെൻസസ് ഫോർത്ത് പാർട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആൻഡ് ടാക്സ്. അപ്പോൾ എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ചാർജ് ചെയ്യുന്നതിന്റെ മുമ്പേ, ടാക്സ് ചാർജ് ചെയ്യുന്നതിന്റെ മുമ്പേ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ആണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ്. ഓക്കെ, അതാണ് ഇവിടെ കിട്ടുന്നത്. അതായത് എന്താ ചെയ്തിട്ടുള്ളത്, ഈ ഇൻകത്തിൽ നിന്ന്, അതായത് തേർഡ് പാർട്ട് ഇൻകം ആണ്, ടോട്ടൽ ഇൻകം, ദെൻ ഫോർത്ത് പാർട്ട്, ദെൻ ഫിഫ്ത്ത് വൺ. ഓക്കെ, അപ്പോൾ എക്സ്പെൻസസിന്റെ വോളിയം കിട്ടി. അപ്പോൾ ഈ ഫിഫ്ത്ത് വണ്ണിൽ നിന്ന്, അതായത് ഈ തേർഡ് വണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നു, തേർഡ് വൺ മൈനസ് ഫിഫ്ത്ത് വൺ. ദാറ്റ് ഈസ് ഫിഫ്ത്ത് വൺ ഇവിടെ ടോട്ടൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു, ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ തേർഡിൽ നിന്ന് ഈ ഫിഫ്ത്ത് വണ്ണ് മൈനസ് ചെയ്യുന്നതാണ് ഇത് കിട്ടുന്നത്, ഫോർത്ത് വണ്ണ്, ഫിഫ്ത്ത് വൺ, ദെൻ സിക്സ്ത് വൺ. ഓക്കെ, അപ്പോൾ ഈ ഫിഫ്ത്ത് വണ്ണ് മൈനസ് ചെയ്യുന്നു. അതായത് ഈ തേർഡിന് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ ടോട്ടൽ എക്സ്പെൻസസ് ആണ് ഇവിടെ ഫിഫ്ത്ത് വൺ വരുന്നത്, ഫിഫ്ത്ത് മൈനസ് ചെയ്യുക. അപ്പോൾ സിക്സ്ത്തിൽ കിട്ടുന്നു എന്ത്, പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസോ അല്ലെങ്കിൽ എക്സെപ്ഷണൽ ഐറ്റംസോ ഡിഡക്ട് ചെയ്തിട്ടില്ല, ടാക്സും ഡിഡക്ട് ചെയ്തിട്ടില്ല. അതിന്റെ മുമ്പേ ഉള്ള പ്രോഫിറ്റ് ആണ്. എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, നമ്മൾ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ് എന്നാണ് ചെയ്തു വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ദാറ്റ് മീൻസ് ആ ഒരു ഐറ്റംസ് എന്താണോ അതിന്റെ പ്രോഫിറ്റ് നേരത്തെ കിട്ടിയിട്ടുള്ള ഇൻകം മൈനസ് എക്സ്പെൻസ്, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് മീൻസ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് ഈ എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഡിഡക്ട് ചെയ്യുന്നു. വിൽ ഗെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പോൾ ടാക്സ് ഇനിയും ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ടാക്സ് ചാർജ് ചെയ്യുന്നതിനുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഐറ്റം എന്താ ചെയ്യുക, ടാക്സ് എക്സ്പെൻസ്. ഇനി ടാക്സ് ആണ് ഡിഡക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എക്സെപ്ഷണൽ ഐറ്റം ചാർജ് ചെയ്തു, അതിനുശേഷമുള്ള പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി ടാക്സ് എമൗണ്ട് ചാർജ് ചെയ്യുന്നു. അടുത്തത് ടാക്സ് എക്സ്പെൻസ്. കറണ്ട് ടാക്സ് ഉണ്ടാവും, ഡെഫേർഡ് ടാക്സ് ഉണ്ടാവും. കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിൽ പേയ്മെന്റ് നടത്താനുള്ള ടാക്സ് ആണ്. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടഡ് ഇൻകവും ദെൻ ആക്ച്വൽ എമൗണ്ടും തമ്മിൽ പേയ്മെന്റ് ഉണ്ടായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് ഉള്ള ടാക്സ് എമൗണ്ട് ആണ് എന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫേർഡ് ടാക്സും കറണ്ട് ടാക്സും എന്ത് ചെയ്യുക, ഈ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. അപ്പോൾ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ പ്രോഫിറ്റ് ഇതിൽ എന്തൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്, എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് അല്ലെങ്കിൽ ഐറ്റം കുറച്ചിട്ടുണ്ട്, അതുപോലെ ടാക്സും കുറച്ചിട്ടുണ്ട്. എന്നിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇത് പ്രോഫിറ്റ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പാർട്ടിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. ഇപ്പൊ ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ നിർത്തി വെച്ചിട്ടുണ്ടാവും, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. അപ്പൊ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടെങ്കിൽ അത് എടുത്തു വരുന്നു. ദെൻ ടാക്സ് എക്സ്പെൻസസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. ഈ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന്റെ ടാക്സ് ഉണ്ടെങ്കിൽ ഈ ടാക്സ് എമൗണ്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. അതായത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ ടാക്സ് എമൗണ്ട് ഡിഡക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. നെക്സ്റ്റ് ലൈന് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ്. അപ്പോൾ ഈ പീരിയഡിലുള്ള പ്രോഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് പ്ലസ് പ്രോഫിറ്റ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്.
ഓക്കെ, ദാറ്റ് മീൻസ് 10th one പ്ലസ് 13th one. 13th one എന്താ അവിടെ? പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. അപ്പൊ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് കിട്ടിയത്? ഡിസ്കണ്ടിന്യൂഡിന്റെ പ്രോഫിറ്റ് മൈനസ് ഡിസ്കണ്ടിന്യൂഡിന്റെ ടാക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിസ്കണ്ടിന്യൂഡിന്റെ പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റും കണ്ടിന്യൂയിങ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തതാണ് എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി പീരിയഡ്. ദെൻ നെക്സ്റ്റ് വൺ അതർ കോംപ്രഹെൻസീവ് ഇൻകം. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള റീവാലുവേഷൻസോ അല്ലെങ്കിൽ ഓവർ വാല്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻകംസും കൂടി ആഡ് ചെയ്യുക. അതും കൂടി കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം ഓർ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് പ്ലസ് അതർ കോംപ്രഹെൻസീവ് ഇൻകം വിൽ ഗെറ്റ് ടോട്ടൽ ഇൻകം ഓർ ടോട്ടൽ പ്രോഫിറ്റ്. ഈ ടോട്ടൽ പ്രോഫിറ്റ് നിന്ന് എന്ത് കൊടുക്കാനുണ്ടാവും? EPS കൊടുക്കാനുണ്ടാവും, ഏർണിങ്സ് പെർ ഷെയർ. അതാണ് EPS എന്ന് പറഞ്ഞാൽ. അത് ബേസിക് കൊടുക്കാറുണ്ട്, ബേസിക് EPS ഉണ്ട്, ഡൈല്യൂട്ടഡ് EPS ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് EPS എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഷെയർ ഹോൾഡർമാർക്ക്, ഇക്വിറ്റി ഷെയർ ഹോൾഡർമാർക്ക് കൊടുക്കുന്നതാണ് ബേസിക് EPS എന്ന് പറയുന്നത്. എങ്ങനെ EPS കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഇൻകം ഓർ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അതായത് ഇവിടെ കിട്ടിയിട്ടുള്ള ടോട്ടൽ ഇൻകം ഓർ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ് ബേസിക് EPS എന്ന് പറയുന്നത്. ഡൈല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ് എന്ത്? ഡൈല്യൂട്ടഡ് EPS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ കൂടി എഴുതി പോകുന്നതാണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പുതിയ ഫോർമാറ്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. കുറഞ്ഞൊരു കോംപ്ലിക്കേഷൻസ് തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ഓർഡർ വൈസിൽ ഓർത്തു പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്തു, ആ എക്സ്പെൻസ് കിട്ടുന്നത് എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റവും ടാക്സും മൈനസ് ചെയ്യുന്നതിന് മുമ്പാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് മൈനസ് ചെയ്തു, വീണ്ടും അതിൻ്റെ മേലിൽ എന്ത് ചെയ്യുന്നു? ടാക്സും കൂടി മൈനസ് ചെയ്യുന്നു, എന്നിട്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. അപ്പോൾ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിന്റെ പ്രോഫിറ്റ് ആണെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിന്റെ പ്രോഫിറ്റിൽ നിന്നും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷന്റെ ടാക്സ് കുറയ്ക്കുക. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷന്റെ പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റും കണ്ടിന്യൂയിങ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോംപ്രഹെൻസീവ് ഇൻകം കിട്ടുന്നതിന് മുമ്പേ ഉള്ള കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് എന്താണെന്ന് കിട്ടും. അതിൽ നിന്ന് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? കോംപ്രഹെൻസീവ് ഇൻകം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടി? ടോട്ടൽ പ്രോഫിറ്റ് ഓർ ടോട്ടൽ ഇൻകം കിട്ടി. ആ ടോട്ടൽ ഇൻകത്തിൻ്റെ മേലെ EPS പ്രൊവൈഡ് ചെയ്യണം. EPS പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അത് ഡൈല്യൂട്ടഡ് ആകുമ്പോൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്, ബേസിക് ആകുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു 2 or 3 ടൈംസിലൊന്ന് റൈറ്റ് ചെയ്ത് പഠിക്കണം, എങ്കിൽ മാത്രമേ ഈ ഫോർമാറ്റ് തരാവുള്ളൂ. ഈ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാനും കൂടി സാധിക്കുള്ളൂ. Okay, thank you.